ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 77ാമത്തെ ശ്ലോകം നോക്കാം. തദ്വാക്യം തു സമാകർണ്യ ഗന്തുകാമഃ പിതാ ബ്രവീത് കിം കർത്തവ്യം വനേ താത തത്വം വദ സവിസ്തരം. തദ്വാക്യം തു സമാകർണ്യ, തദ്വാക്യം തൻ്റെ പുത്രനായിട്ടുള്ള ആ ഗോകർണൻ പറഞ്ഞ ആ വാക്കുകൾ, ആ വാക്കുകളൊക്കെ സമാകർണ്യ കേട്ടിട്ടാകട്ടെ, ഗന്തുകാമഃ പിതാ ബ്രവീത്, ഗന്തുകാമഃ പോകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, തൻ്റെ പുത്രൻ പറഞ്ഞതുപോലെ വനത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പിതാ അബ്രവീത്, പിതാ അബ്രവീതാണ്, പിതാ അബ്രവീത്. അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. പിതാ അബ്രവീത്, അച്ഛൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? കിം കർത്തവ്യം വനേ താത തത്വം വദ സവിസ്തരം. കിം കർത്തവ്യം, അല്ലയോ പുത്ര, നീ എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തന്നല്ലോ, ഇനി എനിക്ക് എന്താ അറിയേണ്ടത്? കിം കർത്തവ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വനേ താത, ഇവിടെ വനത്തിൽ പോയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തത്വം വദ സവിസ്തരം, അതെന്താണോ ഞാൻ ചെയ്യേണ്ടതെന്ന് ആ ഒരു സത്യത്തെ നീ എനിക്ക് പറഞ്ഞു തന്നാലും എങ്ങനെ? സവിസ്തരം, വളരെ വിസ്തരിച്ച് വിശദീകരിച്ച് നീ എനിക്ക് പറഞ്ഞു തരിക. നോക്കൂ, അച്ഛൻ വേദവിജ്ഞാനിയായിരുന്നു. ആ അച്ഛനായ ആത്മദേവൻ്റെ പുത്രൻ, അച്ഛൻ ഗുരുവായി പകർന്നു കൊടുത്ത വേദവിജ്ഞാനം മകൻ അതിനെ ഒന്നുകൂടി പോഷിപ്പിച്ച് വളർത്തിയെടുത്തിട്ട്, അച്ഛനൊരു ദുഃഖം വന്നപ്പോൾ തിരിച്ചു വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അച്ഛനെ ദുഃഖത്തിൽ നിന്നും കരകയറ്റിയ ഉത്തമനായ പുത്രനായി മാറുന്നു ഗോകർണൻ. എന്തുകൊണ്ട് ഇവിടെ ഗോകർണൻ എന്ന പുത്രന് ഉത്തമനായ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പുമ്മെന്ന നരകത്തിൽ നിന്നും കരകയറ്റുന്നവനാണ് പുത്രൻ. ഇവിടെ അച്ഛൻ ഇതുപോലെ ഒരു നരകത്തിൽ, ആ ദുഃഖ നരകത്തിൽ പെട്ടുഴലുന്ന സമയത്ത് അച്ഛനെ കരകയറ്റാൻ തയ്യാറെടുത്തു വന്ന പുത്രൻ, വേണ്ട വിധത്തിൽ വേണ്ട ജ്ഞാനം തന്നെ നൽകിക്കൊണ്ട് കരകയറ്റി. അവിടെയാണ് അതിൻ്റെ മഹത്വം. എന്താണോ പറയേണ്ടത് അത് വളരെ ചുരുക്കി, അതേസമയം അതിൻ്റെ സത്ത് നഷ്ടപ്പെടാതെ പറഞ്ഞുകൊടുത്ത് അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളിച്ചെടുത്തു എന്നുള്ളതാണ് ആ ഗോകർണൻ്റെ മഹത്വം. അത് കേട്ടപ്പോൾ ആത്മദേവന് മനസ്സിലായി, തൻ്റെ പുത്രൻ തന്നെക്കാളൊക്കെ എത്രയോ വളർന്നിരിക്കുന്നു. ഒരിക്കൽ താൻ ഗുരുവായി ഉപദേശിച്ചു കൊടുത്ത തനിക്കിന്ന് ഗുരുവായി മുൻപിൽ പുത്രൻ വന്ന് നിന്നപ്പോൾ അതേ പുത്രനോട് പറഞ്ഞു, അല്ലയോ പുത്ര, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ കാട്ടിലേക്ക് പോകാം. പക്ഷെ അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുകൂടി നീ എനിക്ക് പറഞ്ഞു തന്നാലും. പണ്ട് പുത്രൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഉപദേശിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് അച്ഛൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പുത്രൻ ഉപദേശിച്ചു കൊടുക്കുന്നതിന് അച്ഛൻ അപേക്ഷിക്കുകയാണ്. എല്ലാം എനിക്ക് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും, വദസവിസ്തരം, എല്ലാം വിസ്തരിച്ചു പറഞ്ഞു തന്നാലും പുത്ര, നീ എനിക്ക് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്വാക്യം തു സമാകർണ്യ ഗന്തുകാമഃ പിതാ ബ്രവീത് കിം കർത്തവ്യം വനേ താത തത്വം വദ സവിസ്തരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തദ്വാക്യം, അവിടെ തത് വാക്യമാണ്, ആ വാക്കുകൾ, പക്ഷെ അവിടെ പദം പിരിക്കേണ്ട. തദ്വാക്യം, ദ്വാ എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കുക. പിന്നെ ഗന്തുകാമഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിതാബ്രവീത്, പിതാ അബ്രവീതാണ്, പിതാബ്രവീത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. അടുത്തത് 78ാമത്തെ ശ്ലോകമാണ്.
അന്ധകൂപേ സ്നേഹപാശേ ബദ്ധഃ പങ്കുരഹം ശഠഃ കർമ്മണാ പതിതോ നൂനം മാമുദ്ധരദയാനിധേ. അന്ധകൂപേ, ഇരുട്ടുമൂടിയ ഒരു കിണറ്റിൽ, സ്നേഹപാശേ ബദ്ധഃ, സ്നേഹമാകുന്ന പാശത്താൽ, ഇഷ്ടമാകുന്ന ഒരു കയറിനാൽ, ബദ്ധഃ ബന്ധിതനായി, പങ്കുരഹം ശഠഃ. പങ്കു എന്ന് പറഞ്ഞാൽ പങ്കുരഹം, ഇവിടെ പങ്കു അഹം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. പങ്കുരഹം, പങ്കു എന്ന് പറഞ്ഞാൽ മുടന്തനാകുന്നു, അഹം ഞാൻ, ശഠഃ ശഠനുമാണ്. അപ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുകയാണ് ഇപ്പോൾ ഇവിടെ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ. തൻ്റെ ആ അജ്ഞാനത്തെ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ആത്മദേവൻ. ഇവിടെ പറയുകയാണ്, തൻ്റെ പുത്രനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹാധിക്യം കൊണ്ട് അന്ധമായ ഒരു കിണറ്റിൽ അഥവാ ഒരു പൊട്ടക്കിണറ്റിൽ ഞാനങ്ങനെ ബന്ധിതനായി കിടന്നുപോയ ഞാൻ മൂഢനാണ്, അറിവില്ലാത്തവനാണ്, തന്നെയല്ല ശഠനാണ്. ഇവിടെ ശഠൻ എന്ന് പറയാൻ കാരണം തൻ്റെ പുത്രൻ കുപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് സ്വയം മനസ്സിനെ വേർപെടുത്തുവാൻ തനിക്ക് കഴിയാതെ പോയി. അപ്പോഴും ചേർത്ത് പിടിച്ചു അങ്ങോട്ട്. താൻ പിടിച്ചിരിക്കുന്നത് ദുഃഖത്തെയാണെന്ന് അറിഞ്ഞിട്ടും അതിനെ വിടുവാൻ താൻ തയ്യാറായില്ല. താൻ അങ്ങനെ ഒരു ശാഠ്യബുദ്ധിയോടുകൂടി ആ ദുഃഖത്തെ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. കയ്യിൽ പിടിച്ചിരിക്കുന്നത് തീക്കട്ടയാണ്. ഈ തീക്കട്ട കാരണമാണ് തനിക്ക് പൊള്ളൽ അനുഭവപ്പെടുന്നത് എന്ന് അറിയുമ്പോഴും അതിനെ വിടാതിരിക്കുക, അതാണ് മൂഢത്വം, അതാണ് ശഠത്വം. ഇവിടെ പറയാണ്, ഞാൻ മൂഢനാണ്, എനിക്ക് ഈ പാശത്താൽ ഞാൻ അങ്ങനെ പെട്ടുപോയിരിക്കുന്നു. ഈ ഒരു വാത്സല്യാതിരേകത്താൽ, പുത്രനോടുള്ള ആ ഒരു വാത്സല്യാതിരേകത്താൽ ഞാൻ ബന്ധിതനായിപ്പോയി. അങ്ങനെ ആ പൊട്ടക്കിണറ്റിൽ വീണുപോയ ഞാനാകട്ടെ അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചില്ല. ഈ പാശത്തിൽ നിന്നൊന്ന് ഊരി പുറത്തു വരാൻ ഞാൻ ശ്രമിച്ചില്ല. ഇതാ ദുഃഖമാണെന്ന്, ഇതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഞാൻ അതിനെ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ എത്ര മൂഢനാണ്, ഞാൻ എത്ര ശഠനാണ്. നമുക്കിതുപോലെ ഒരു രംഗം മഹാഭാരതത്തിലും നമുക്ക് കാണാം. ധർമ്മപുത്രരെ, ധൃതരാഷ്ട്രർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം തൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള ദുര്യോധനനാണ് എന്ന്. വിട്ടുകളഞ്ഞില്ല. ജനിക്കുന്ന സമയത്ത് തന്നെ പലരും ഉപദേശിക്കുന്നുണ്ട്. വിതുരരടക്കമുള്ളവർ പല അവസരങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. ഈ പുത്രൻ അങ്ങേക്ക് ദുഃഖത്തിനാണ്, ഈ രാജ്യത്തിൻ്റെ നാശത്തിനാണ്, ഈ കുലത്തെ തന്നെ മുടിക്കും. ആ ദുര്യോധനൻ്റെ ജന്മസമയത്ത് കുറുക്കന്മാരൊക്കെ ഓരിയിടുകയും തുടങ്ങി. പ്രകൃതി തന്നെ ഒരുപാട് ദുർലക്ഷണങ്ങൾ കാണിച്ചതാണ്. അന്നേ എല്ലാവരും, രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവരും ധൃതരാഷ്ട്രരെ ഉപദേശിച്ചതാണ്, ഈ പുത്രനെ ഉപേക്ഷിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. ഇല്ലെങ്കിൽ അങ്ങയെയും അങ്ങയുടെ കുലത്തെയും തന്നെ ഈ പുത്രൻ മുടിക്കും. അതിനുശേഷം പല അവസരങ്ങളിൽ സഹോദരനായ വിതുരർ വന്നിട്ട് ഉപദേശം നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മഹാഭാരത യുദ്ധത്തിനു മുൻപും വന്ന് ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങയുടെ ഈ പുത്രൻ ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കുക, അങ്ങയുടെ ആ ഒരു പുത്രവാത്സല്യത്താൽ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കുലത്തെ തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള, ഉഗ്രശേഷിയുള്ള ഒരു നശീകരണ യന്ത്രത്തെയാണ്. വിട്ടുകളയുക എന്ന് പറയുന്നുണ്ട്. ആ വിതുരരുടെ സംഭാഷണം കേട്ടുകൊണ്ട് കയറി വന്ന ദുര്യോധനൻ അന്ന് എത്രമാത്രം
തൻ്റെ ചെറിയച്ഛനായിരുന്നിട്ട് പോലും വിതുരരെ അസഭ്യവാക്കുകൾ പറയിക്കുകയും നിന്ദ്യവാക്കുകൾ കൊണ്ട് മുറിവേറ്റ ആ വിതുരർ കൊട്ടാരം വിട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും തൻ്റെ വാത്സല്യാതിരേകം കൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള വിതുരരോട്, തനിക്ക് നല്ല കാര്യം ഉപദേശിച്ചു തന്ന വിതുരരോട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാൻ തൻ്റെ അതിര് കവിഞ്ഞ പുത്രവാത്സല്യം ധൃതരാഷ്ട്രരെ അനുവദിച്ചില്ല. ഇല്ലെങ്കിൽ തൻ്റെ പുത്രനായ ദുര്യോധനനെ വിലക്കാമായിരുന്നു. ചെയ്തില്ല. ആ ഒരു അന്ധമായിട്ടുള്ള പുത്രവാത്സല്യം ഒടുവിൽ കൊണ്ടെത്തിച്ചത് ആ കുലത്തിൻ്റെ തന്നെ നാശത്തിലേക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ആത്മദേവൻ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എത്ര മൂഢനാണ്, ഞാൻ എത്ര ഷഠനാണ്. എന്നെ ദുഃഖിപ്പിക്കുന്ന ഈ പുത്രൻ എന്ന വിഷയത്തെ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ എങ്ങനെ ഇങ്ങനെ അവിവേകിയായിപ്പോയി. എൻ്റെ അജ്ഞാനം. ഞാൻ ഇത്ര നാളും ജീവിച്ചത് ഈ കൂപമണ്ഡൂകമായിട്ടായിരുന്നു. അറിവില്ലായ്മയുടെ പൊട്ടക്കിണറ്റിൽ ഞാൻ അങ്ങനെ ബന്ധിതനായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലയോ പുത്ര, ഇത്രയും തത്വസാരത്തെ എനിക്ക് പറഞ്ഞു തന്ന മകനെ ഗോകർണ, നീ എനിക്കിതും കൂടി ഉപദേശം ചെയ്തു തരിക. നീ പറഞ്ഞതുപോലെ ഞാൻ വനത്തിലേക്ക് പോയിക്കൊള്ളാം. എനിക്കിനിയും ഈ ബന്ധമാകുന്ന ബന്ധനങ്ങൾ എനിക്ക് വേണ്ട. ഇതിൽ നിന്നെല്ലാം മുക്തി നേടി ആ പരമമായ ഈശ്വര വിചാരത്തിൽ മുഴുകി ആ ശ്രേഷ്ഠമായ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, ആ പാതാരവിന്ദങ്ങളെ സേവ ചെയ്തുകൊണ്ട്, അതിൽ മാത്രം സദാ മുഴുകിക്കൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഞാൻ നീ പറഞ്ഞതുപോലെ വനത്തിലേക്ക് പോകാം. പക്ഷെ ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി എനിക്ക് പറഞ്ഞു തന്നാലും ഈ അജ്ഞാനിയായ പിതാവിന് ഒന്നും അറിയുന്നില്ലല്ലോ പുത്ര. അവിടെ ഒരു ആത്മനൊമ്പരമുണ്ട്. തൻ്റെ അറിവില്ലായ്മയുടെ, തന്നേക്കാൾ ജ്ഞാനിയായ പുത്രനിൽ നിന്നും തൻ്റെ അറിവില്ലായ്മയെ തിരിച്ചറിയുവാൻ തനിക്ക് കഴിഞ്ഞപ്പോഴാണ് താൻ എത്രമാത്രം നിപതിച്ച് കിടക്കുകയായിരുന്നുവെന്ന് ആ ആത്മദേവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ആത്മദേവൻ തുടരുകയാണ്. കർമ്മണ പതിതോ നൂനം മാമുദ്ധരദയാനിധേ. കർമ്മണ പതിതോ, കർമ്മണ കർമ്മം കൊണ്ടാണ്, പതിതഃ പതിച്ചത്, നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അന്ധകൂപത്തിൽ വന്ന് പതിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ കർമ്മം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ തിരിച്ചറിയുന്നു. അന്ന് ആ സന്യാസി പറഞ്ഞു കൊടുത്തത്, ആ യതി പറഞ്ഞു കൊടുത്തത്, അതിൻ്റെ പൊരുൾ ഇന്ന് ആത്മദേവൻ തിരിച്ചറിയുന്നു. എൻ്റെ പ്രാരബ്ധമാണ്. എനിക്ക് സന്തതി ഭാഗ്യമില്ലാഞ്ഞിട്ടു പോലും എന്നെ അങ്ങനെയൊരു മോഹവലയത്തിൽപ്പെടുത്തി നിർബന്ധ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ഒരു സന്തതിയിലേക്ക് കൊണ്ടെത്തിച്ചതും അതെനിക്ക് ദുഃഖമായിട്ട് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയതുപോലെയാണ്. അപ്പോൾ എൻ്റെ കർമ്മം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു അന്ധകൂപത്തിൽ വന്ന് പതിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. മാമുദ്ധരദയാനിധേ. മാമുദ്ധര, മാം ഉദ്ധര, എന്നെ ഉദ്ധരിച്ചാലും എന്നെ ഉയർത്തിയാലും, ദയാനിധേ, പുത്രനെ വിളിച്ച ആ ഒരു ഭാഷ, ആ ഒരു വാക്ക് നോക്കൂ. ദയാനിധേ, അല്ലയോ കാരുണ്യമൂർത്തിയായിട്ടുള്ള മകനെ. കാരണം തനിക്കൊരു ദുഃഖം വന്നപ്പോൾ തന്നെ വേണ്ടത് പറഞ്ഞു തന്ന് ഉയർത്തുവാൻ ജ്ഞാനിയായിട്ടുള്ള ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായി. അതിന് തന്നോട് കാരുണ്യം കാണിച്ചുവല്ലോ ഇങ്ങനെ ഒരു പുത്രൻ. അച്ഛനെ ഉപദേശിക്കേണ്ട എന്ന് കരുതി മാറിയിരിക്കാതെ ഈ നരകത്തിൽ നിന്നും, ഈ ദുഃഖസാഗരത്തിൽ നിന്നും അച്ഛനെ കരകയറ്റേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛന് വേണ്ട സാരതത്വത്തെ ഉപദേശം ചെയ്തുകൊണ്ട്
അതിന് കാണിച്ച ആ ഒരു കാരുണ്യഭാവത്തെ, ഇവിടെ ആത്മദേവൻ അതൊരു കാരുണ്യമാണ് ഇപ്പോൾ മകൻ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിളിക്കുകയാണ്, അല്ലയോ ദയാനിധേ, ദയ തന്നെ നിധിയായി കൊണ്ട് നടക്കുന്നവനെ. തൻ്റെ പുത്രനെ വിളിച്ചതാണ്. നമുക്കൊക്കെ നിധിയായിട്ട് മറ്റു പലതുമായിരിക്കും നമ്മളൊക്കെ കൊണ്ട് നടക്കുക. സ്വത്ത്, സമ്പത്ത്, പണം, പദവി, ഇതിനെല്ലാം അഹങ്കാരത്തിൻ്റെ ഒരു മേമ്പൊടിയും കൂടി ചാർത്തി വല്ലാത്തൊരു ഭാരമാക്കി കൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ. ഇവിടെ ജ്ഞാനിയായിട്ടുള്ള ഗോകർണന് നിധിയായിട്ടുള്ളത് ദയയാണ്, കാരുണ്യമാണ്. അപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ട് ഈ കാരുണ്യം തൻ്റെ സഹോദരനായിട്ടുള്ള ധുന്ധുകാരിയോട് കാണിക്കുന്നില്ല എന്ന് ചോദിക്കാം. ധുന്ധുകാരിയോടും കാരുണ്യം കാട്ടുന്ന ഒരു വേള വരുന്നുണ്ട് നമുക്കിനിയും കഥയുടെ പിന്നാലെ. നമ്മളിനിയും പോകെ പോകെ കാണാം നമുക്കത്. ഓരോന്നിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ദുഃഖത്താൽ തളർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ഉദ്ധരിക്കുവാൻ കഴിയും, ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയും. മറിച്ച് ആ പതനം ഉണ്ടാകാത്തിടത്തോളം കാലം എത്ര പറഞ്ഞാലും അതുള്ളിലേക്ക് കടക്കില്ല. പിന്നെ അഹങ്കാരവും കൂടി ഉണ്ടാവുമ്പോൾ അതതിനെ നിന്ദിക്കുന്നതിന്, ഉപദേശം ചെയ്യുന്നവരെയും ഉപദേശത്തെയും നിന്ദിക്കുന്നതിന് കൂടി അത് ഇടയാക്കി തീർക്കും. ഇവിടെ ധുന്ധുകാരിക്ക് സമയമായിട്ടില്ല. ഗോകർണൻ എന്ന മഹാജ്ഞാനിയുടെ, മഹായോഗിയുടെ, ദയാനിധിയായിട്ടുള്ള സഹോദരൻ്റെ ആ കാരുണ്യത്തെ ഏറ്റുവാങ്ങുവാൻ അച്ഛന് സമയമായിരിക്കുന്നു. കഴിഞ്ഞു. തൻ്റെ പ്രാരബ്ധങ്ങൾ മുഴുവൻ ഈ ജന്മത്തെ അനുഭവിക്കാനുള്ള ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമുള്ള ജന്മം, ഇനിയുള്ള ഈ ഒരു ജന്മത്തിലെ ബാക്കി സമയം സ്വയം ഉദ്ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭഗവത് സേവയ്ക്കായി മാറ്റിവെക്കേണ്ടതാണ്. ദുഃഖത്തിൽ തന്നെ അലിയിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോന്നിനും സമയമാകുമ്പോൾ നമ്മളിലേക്ക്, പ്രത്യേകിച്ചും ആത്മീയമായ കാര്യങ്ങൾ അറിയുന്നതിനും പഠിക്കുന്നതിനും നമുക്ക് ഈശ്വരൻ ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് ദുഃഖത്തിൻ്റെ അടിത്തട്ട് വരെ കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന് കളമൊരുങ്ങുന്നത്. അതുവരെ എത്ര നമ്മൾ ആനന്ദിച്ച് സന്തോഷിച്ച് ഈ ഭൗതിക ലോകത്തിൻ്റെ മേളങ്ങളിൽ മേളിച്ചു നടക്കുമ്പോഴും ആ ഒരു വിചാരം ഉണ്ടാവുകയുമില്ല, അതിന് കളമൊരുങ്ങുകയുമില്ല. വേണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ സമർപ്പണ ബുദ്ധി ഉണ്ടാവുകയില്ല. അപ്പോൾ അതിന് സമയമാവുമ്പോൾ, എപ്പോഴാണോ നമുക്ക് ജീവിതത്തിൽ നല്ല ദുഃഖം വന്ന നമ്മളെ ആ ദുഃഖം തറപറ്റിക്കുന്നത്, ആ സമയത്ത് ഭഗവാൻ അതിനുള്ള കളമൊരുക്കും. അതിനുവേണ്ട ഗുരുവിനെ നമ്മുടെ മുൻപിൽ എത്തിച്ചു തരും. അവസരങ്ങൾ, നമുക്ക് അസൗകര്യങ്ങളുടെ നടുവിലും സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനുള്ള കളമൊരുക്കി അവസരങ്ങൾ ഒരുക്കി തരുന്നു ഭഗവാൻ. ഇനിയും നിനക്കിത് അറിയുവാൻ, പഠിക്കുവാൻ സമയമായിരിക്കുന്നു എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. നോക്കൂ, ആ യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അർജുനന് എൻ്റെ ശരീരം വിറയ്ക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നും ഗാണ്ഡീവം താഴെ പോകുന്നു, നാവ് വരണ്ടുണങ്ങുന്നു, എൻ്റെ ത്വക്കാകെ വരൾച്ച ബാധിച്ച് വിണ്ടുകീറുന്നു, അത്രമാത്രം എനിക്ക് ദുഃഖമാണ് ഞാൻ അനുഭവിക്കുന്നത്, എനിക്ക് വയ്യ കൃഷ്ണ എന്ന് പറയുന്ന സമയത്ത് തളർന്ന് ഭഗവാന്റെ കാൽക്കലേക്ക് പതിക്കുമ്പോൾ, ആ മുട്ടുകുത്തി ഭഗവാന്റെ മുൻപിലിരിക്കുമ്പോൾ അവിടെ നിന്നും ഭഗവാൻ കൈപിടിച്ചങ്ങോട്ട് ഉയർത്തിയത് ആ ആത്മജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠമായ, പരമമായ, ഉത്തമമായ അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഏതൊരു ആത്മീയമായ അറിവും നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളതിന് പരുവപ്പെടേണ്ടതുണ്ട്. ഒരു ഫലം വൃക്ഷത്തിൽ നിന്ന് പഴുത്തത് പാകമാകുമ്പോൾ മാത്രമേ ഭൂമിയിലേക്ക് പതിക്കുകയുള്ളൂ. നമ്മളും അത് പാകമാകുമ്പോൾ ദുഃഖത്തിൻ്റെ ഒരു സഹായത്തോടെ ഒരു പതനമുണ്ട് നമുക്കൊക്കെ.
ആ പതനം നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമുക്ക് കാണിച്ചു തരുന്നതിന് ഭഗവാൻ ഒരുക്കുന്ന ഒരു കളമാണ്. ഇവിടെയും ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണന് ഉയരാൻ സമയമായിരിക്കുന്നു. ഭഗവാൻ എത്തി മുൻപിൽ ഗോകർണൻ്റെ രൂപത്തിൽ പുത്രനായി, ഗുരുവായി, അറിവായി, തത്വസാരമായി, കാരുണ്യമായി ഭഗവാൻ ആത്മദേവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പിതാവ് പുത്രനോട് പറയേ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാലും മാമുദ്ധരദയാനിധേ, കരുണാമൂർത്തിയാണ് പുത്ര നീയ, എനിക്ക് വേണ്ട സമയത്ത് നീ എന്നിൽ കാരുണ്യം ചൊരിഞ്ഞുവല്ലോ എന്ന് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അന്ധകൂപേ സ്നേഹപാശേ ബദ്ധ പങ്കുരഹം ഷഠ കർമ്മണാപതിതോ നൂനം മാമുദ്ധര ദയാനിധേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷഠ എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഠ, അത് ഖരാക്ഷരമാണ്, അതും ശ്രദ്ധിക്കാൻ നന്നായിട്ട് കട്ടിയിൽ തന്നെ വായിക്കുക. പിന്നെ അടുത്തത് അതുപോലെ ബദ്ധ, അവിടെയും വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ പങ്കുരഹം, പങ്കു അഹമാണ്, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതേപോലെ ഗായാണ്, കായല്ല, പങ്കു അല്ല, കായല്ല, അത് ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. പലപ്പോഴും നമുക്ക് തെറ്റുവരുന്നൊരു ഇടമാണത്. പങ്കു, ഗായാണ്, പങ്കുരഹം ഷഠ. പിന്നെ അടുത്തത് മാം ഉദ്ധര ദയാനിധേ, മാം ഉദ്ധരാണ്, അപ്പോൾ മായ്ക്ക മാമുദ്ധര, ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് വായിക്കുമ്പോൾ. ഇനി അടുത്തത് 79ാമത്തെ ശ്ലോകമാണ്. ഇതിന് ഗോകർണൻ പറയുന്ന മറുപടിയാണ് ഇനിയുള്ളത്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.